ഇതുപോലെ ഇത് യൂണിക്കാണ്. ഇതുപോലെ ഇനി വേറൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ കാണുന്നത് ഇതെല്ലാം കൈക്ക് വരച്ച് ചെയ്യുന്നതാണ്, പ്രിന്റിംഗ് അല്ല. ഇത് ഡെക്കറേറ്റീവ് ഐറ്റം ആണ്. ഇത് നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇത് ഗ്ലാസ് നമ്മൾ ബോട്ടിൽ വെച്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിക്കാം, വാട്ടർ പ്ലാന്റുകളൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. ഇത് കേരളത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാം. ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെടികളല്ല കേട്ടോ, നമ്മുടെ ഗ്ലാസുകളുടെ ഒരു വർണ്ണലോകത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ പുറകിൽ കണ്ടല്ലോ, ഇതൊക്കെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ കളർ കൊടുത്തിട്ടുള്ള ഐറ്റംസ്. അതുപോലെ തന്നെ ചെറിയൊരു പോട്ട്, വോൾ ഹാങ്ങിങ് ഉള്ള സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ക്രിസിൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. സ്ഥാപനത്തിന്റെ പേര് ക്രിസിൽ എന്നാണ് വരുന്നത്. ഇത് തൃശ്ശൂർ അത്താണി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതായത് കണ്ടില്ലേ, ഇതേപോലെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം. 2 പേരുണ്ട്, 3 പേരാണ് ആക്ച്വലി ഉള്ളത്. 1 പേര് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവർ 2 പേരോട് കാര്യങ്ങളും ചോദിച്ചു. ഇത് ജയൻ ചേട്ടൻ കേട്ടോ, അതുപോലെ തന്നെ സുനിയേട്ടൻ, വേറൊരാളും കൂടി ഉണ്ട്, ചന്ദ്രേട്ടൻ ഉണ്ട്. ആള് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇവർ 2 പേരോട് ഇപ്പൊ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്രിസിലിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് പറയാമോ? പിന്നെന്താ, ക്രിസിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ട്രഡീഷണൽ സ്റ്റെയിൻ ഗ്ലാസും ഗ്ലാസ് ബെൻഡിങ്, ഗ്ലാസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, നമ്മൾ 27 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 27 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഗ്ലാസിന്റെ എല്ലാ മേഖലകളും. ഒരു ഏകദേശം അത്രയും വർഷം തന്നെയാണ് നമ്മുടെ കേരളത്തില് ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ട്രെൻഡിങ് ഏകദേശം അത്ര വർഷം തന്നെ കേരളത്തിലും ആയിട്ടുള്ളൂ. അപ്പൊ ഗ്ലാസിന്റെ തുടക്കം മുതലേ തന്നെ ഞങ്ങളുണ്ട്. ശരിയാണ്. കാരണം ഇത് വളരെ പഴയ കാലം തൊട്ട് തന്നെ നമ്മള് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നെടുച്ചേരിക്കാരനാണ്, എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ഞാനിത് മുമ്പേ ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറെ അത്ഭുതമായിട്ടുണ്ട് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് 27 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ചേട്ടാ, പക്ഷെ ക്രിസില് ചേട്ടൻ റീബ്രാൻഡ് ചെയ്തതല്ലേ? അതെ. ക്രിസിൽ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി 24 വർഷമായിട്ട്. നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വന്നിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് സ്ഥാപനം. അപ്പൊ ചേട്ടാ, എന്തൊക്കെയാണ് ഈ ഒരു ഐറ്റം? ഇതല്ലേ ചേട്ടന്റെ മെയിൻ എന്ന് പറയാവുന്ന? മെയിൻ എന്ന് പറയാവുന്നത് ഇതാണ്, ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ആണ്. വേറെ നമ്മളിത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? പിന്നെ നമ്മൾക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ചെയ്യുന്നത് പള്ളികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതില് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ്, പിന്നെ നമ്മുടെ ട്രഡീഷണൽ സ്റ്റെയിൻ ഗ്ലാസ്, മൊസൈക്ക് വർക്കുന്നുണ്ട്. അത് ഉള്ളില് വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് കാണാം. മൊസൈക്ക് വർക്ക് അത് എന്താ സാധനം? അത് നമ്മള് ഗ്ലാസിന്റെ ചെറിയ പീസസ് ഒട്ടിച്ചൊട്ടിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ഇതേ വർക്കുകളിൽ തന്നെ വേറൊരു രൂപം. ഇത് നമുക്ക് ലൈറ്റ് വേണം. അതായത് ഇപ്പൊ ഒരു അപ്പുറത്തുനിന്ന് ലൈറ്റ്, സൂര്യപ്രകാശം അടിക്കുന്നോണ്ട് ഇത് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ. ഇത് ട്രാൻസ്പെറന്റ് ആണത്. അപ്പൊ പുറമെന്ന് നമ്മള് നാച്ചുറൽ ലൈറ്റ് വരുമ്പോ നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോ, പള്ളിയുടെ ഉള്ളിൽ നിൽക്കാനും നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ രാത്രി നമ്മൾ ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ പള്ളിക്കുള്ളിൽ ലൈറ്റ് ഇടുന്ന സമയത്ത് പുറത്തേക്കും ഇതേപോലെ നന്നായിട്ട് കാണാൻ പറ്റും. ഈ സ്റ്റെയിൻ ഗ്ലാസിന്റെ പ്രത്യേകത. അപ്പൊ മറ്റേ മൊസൈക്കോ, ഗ്ലാസ് മൊസൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിന്റെ നാച്ചുറൽ ലൈറ്റ്, പുറമത്തെ ലൈറ്റ് മതി. ഉള്ളില് അത് നമ്മള് വോളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വരാത്ത ഭാഗങ്ങള്,
ഇപ്പൊ ചുമരിലൊക്കെ അതായത് ട്രാൻസ്പെറന്റ് അല്ല, അതെ അതെ ഒരു സൈഡ് അടച്ചിട്ടുള്ള രീതിയിലാണ് ഇത് അതെ ചെയ്യുന്നത്. അതെ 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 അത് നമുക്ക് അത് മൊത്തം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുറമെന്നുള്ള ലൈറ്റിൽ രാത്രി പകലും ഒരേപോലെ കാണാം. അത് ഡിഫറെന്റ് ആണ്, എൻ്റയർലി ഡിഫറെന്റ് ആണ് രണ്ടു പേർക്കും. ഓ, അതാണ് അതിന്റെ പ്രത്യേകത. അല്ല ചേട്ടാ, അപ്പൊ ഇത് ഇമ്പോർട്ടഡ് ഗ്ലാസ് ആണോ അതിൽ ഉപയോഗിക്കുന്നത്? അതെ അതെ അതെ, ഫുള്ളി ഇമ്പോർട്ടഡ് ഗ്ലാസ് ആണ്. ഇന്ത്യയിൽ നമുക്ക് സ്റ്റെയിൻ ഗ്ലാസ് ഇല്ല, ഓക്കെ, മേക്ക് ചെയ്യണില്ല, പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ ഇതും പുറത്തുനിന്നാണ് വരുന്നത്, സ്റ്റെയിൻ ഗ്ലാസും പുറത്തുനിന്നാണ് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്ലാസുകളുമായാണ്. പിന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം. ഗ്ലാസ് വന്നിട്ട് നമുക്കിപ്പോ ഒരു കസ്റ്റമർ നമുക്കൊരു ഡിസൈൻ ഇപ്പൊ പള്ളിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് നമുക്ക് തരണം കഴിഞ്ഞാൽ ആ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഡ്രോയിങ് ചെയ്ത് ആ ഡ്രോയിങ്ങിനനുസരിച്ച് അതിന് ചൂസ് ചെയ്യണ കളറുകൾ ഗ്ലാസുകൾ ഏതൊക്കെയാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് പിന്നെ ആർട്ട് വർക്ക് ഒക്കെ നമ്മളിവിടെ കൈക്ക് ചെയ്യുന്നതാണ്. ഓ, ഇത് കൈ വെച്ചിട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഇതിന്റെ വേലകള് അതേമാതിരി ഫേസ്, കൈ, ഡ്രസ്സിന്റെ ആ ഡീറ്റെയില് ഇതെല്ലാം നമ്മളിവിടെ കൈക്ക് ചെയ്യുന്നതാണ്. കൈക്ക് ചെയ്തിട്ട് അത് ഫർണസിൽ ഒരു 670 ഡിഗ്രി വരെ ഫർണസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഉരുക്കി പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഫെയ്ഡ് ആവില്ല. അതാ ഞാൻ ചോദിക്കാൻ വന്നേ. ഇത് കുറെ നാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയ്ഡ് ആയി പോവില്ല? ഇല്ല, ഫെയ്ഡ് ആയി പോവില്ല. നമ്മുടെ ലൈഫ് ടൈം ആണ് ഇത് പറയാം, ഗ്യാരണ്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൊസൈക്ക് ആണെങ്കിലോ? ഗ്ലാസ് മൊസൈക്ക് ആയാലും ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് ബെൻഡിങ് ആണ്. ഗ്ലാസ് ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസിന് വേണ്ടുന്ന സ്പൈറൽ സ്റ്റെയർ കേസുകൾക്ക് വേണ്ടിയിട്ടുള്ള ബെൻഡ് ഗ്ലാസുകൾ, അതേമാതിരി ബേക്കറിയുടെ കൗണ്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള ബെൻഡ് ഗ്ലാസുകൾ, പിന്നെ നമുക്ക് ഫിഷ് ടാങ്കുകൾ ചെയ്യാം, ബെൻഡ് ചെയ്തിട്ടുള്ള ഫിഷ് ടാങ്കുകൾ, അതുപോലെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. സുനിയേട്ടാ, ഇത് ഏതാ ഈ മെഷീൻ? ഇതാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്ന മെഷീൻ. ഗ്ലാസ് ബെൻഡ് ചെയ്യണത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇപ്പൊ തുറന്ന് കാണിക്കാൻ നിർവാഹം ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതില്. ഇപ്പൊ സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബെൻഡ് ചെയ്യണ മെഷീൻ അല്ലേ? അപ്പൊ നമ്മുടെ അക്വേറിയം കാണിച്ചൊക്കെ ഇതിലിങ്ങനെ ബെൻഡ് അടിച്ചിട്ടുള്ളതാണ്. ഇതിലാണ് ചെയ്യുന്നത്. അത് ഫ്രണ്ടിലുള്ള ആ ഒരു ഒറ്റ സിംഗിൾ പീസ് ആണല്ലോ വന്നിട്ടുള്ളത്? സിംഗിൾ പീസ് ആണ്. അത് ബാക്ക് സൈഡും ബോട്ടം സൈഡും മാത്രമാണ് സിലിക്കോൺ വെച്ച് ഒട്ടിക്കുന്നത്. ബാക്കി ഫ്രണ്ടിലത്തെ കാണുന്ന പീസ് ഒറ്റ പീസാണ്, അതിങ്ങനെ ബെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അതെ അതെ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഫിഗർ ഫർണസിൽ വെച്ചിട്ട് ഒരു 670 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ അത് ഫെയ്ഡായി പോവില്ല. ആ പ്രോസസ്സാണ് ഇപ്പൊ ഇതിൽ നടന്നത്. ഇതാണ് ഫർണസ്. ഇതാണ് ചെറിയ ഫർണസാണ്. പിന്നെ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ ഫർണസിലേക്ക്. ഇത് ഓൾറെഡി ഇനിയിപ്പോ ചൂടുണ്ട്, ഇപ്പൊ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട, ഇവിടെ നിൽക്കുമ്പോ തന്നെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഇതേമാതിരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പൊ അതേമാതിരി ഫർണസിൽ വെക്കാനുള്ള പീസുകളാണ്. ഇനി അത് ഉരുക്കി ഗ്ലാസുമ്പോ പിടിക്കും. അപ്പൊ ഇതില് വർക്ക് ചെയ്തതിന് ശേഷമാണോ അവിടെ പോയിട്ട് നമ്മള് ലെഡ് വെച്ചിട്ട് അതിനെ? അതെ, ഇത് വർക്ക് ചെയ്ത് ഇനിയിപ്പോ അത് നമ്മളിപ്പോ അതിന്റെ ഉള്ളിൽ എടുത്തിട്ട് അതിന്റെ ഡ്രോയിങ്ങിലേക്ക് വെച്ചിട്ട് അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ കോപ്പർ ഫോയിൽ ചുറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സോൾഡറിങ്. ലാസ്റ്റ് ആണ് സോൾഡറിങ്, ഫൈനലാണ് സോൾഡറിങ്. അതിന് ശേഷം പിന്നെ വാഷ് ചെയ്യുക, സ്റ്റാൻഡ് ചെയ്യുക. ഇനി വേറെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്രത്യേകതയുള്ള ഐറ്റംസ്? പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് ഹാങ്ങിങ് ബോട്ട്, ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ബോട്ടിലാണ്. ഇത് ഞാൻ പല ഇത് പോട്ടിന്റെ കടകളിൽ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, കുറച്ചാൾ മുമ്പ് ഒക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്. അത് നമ്മള് മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ഫർണസിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ആണ് ഈ ഒരു ഷേപ്പിലേക്ക് വരുത്തുന്നത്. ബോട്ടിലുകൾ ഇങ്ങനെ വലിച്ചു നീട്ടിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നതാണ്. പക്ഷെ ഇതിപ്പോ അധികം കാണാനില്ല, പലയിടത്തും പോകുമ്പോ ഈ സാധനം ഇപ്പൊ കാണാനില്ല. അപ്പൊ ചേട്ടൻ ഇതിന്റെ ഇവിടെ കേരളത്തിൽ ഇത് വളരെ കുറവാണോ ചെയ്യുന്നത്? അതെ, അതായത് ഇപ്പൊ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പ്രീമിയം ഷോപ്പുകളിൽ മാത്രമാണ് ഇപ്പൊ ഇത് വെക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ പുറത്തേക്കാണ് പോണേ, ബാംഗ്ലൂര്, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ധാരാളം പോകുന്നുണ്ട്. അതുമാതിരി ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ മാനുഫാക്ചറിങ് ആണല്ലോ, അപ്പൊ ഇതിപ്പോ അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും.
അപ്പൊ നേരത്തെ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാനൊക്കെ സാധിക്കും. ചെയ്തു കൊടുക്കും. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ കടകളിൽ എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ട്രാൻസ്പോർട്ടേഷൻ അവര് തരികയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല, ഗ്ലാസ് ആയ കാരണം. പിന്നെ അതിന്റെ എത്രത്തോളം അത് സേഫ്റ്റിയിൽ അവിടെ എത്തും എന്നുള്ളത് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ വുഡന്റെ ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള വുഡന്റെ ബോക്സ് ഒക്കെ അടിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിനായിട്ട് കോസ്റ്റ് ഒരു വിഷയമാണ്. ഓക്കെ ഓക്കെ, ഇത് കൊള്ളാം. അപ്പൊ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ള ചേട്ടാ? പിന്നെ യൂണിക് ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇതുണ്ടാവും. ഇങ്ങനത്തെ ഇത് പിന്നെ അതുമാതിരി ഇപ്പൊ നേരത്തെ കാണിച്ചില്ലേ ഇതുപോലെയുള്ള ഇതൊക്കെ ഈ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ യൂണിക് ഐറ്റംസ് ആയിരിക്കും. അതെ അതെ അതെ. ഇത് ഇതേമാതിരി ചൂടാക്കിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ വരുന്ന ഷേപ്പ് എന്താണോ ആ ഷേപ്പ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പിന്നെ ഷോ പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുമ്മാ വെക്കാം, ഷോ പീസ് ആയിട്ട്. ഇതിന്റെ പിന്നെ ബ്ലൂ ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും. ഈ 3 കളറാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബോട്ടിൽ വരുന്ന കളറുകൾ. അതെ, ബോട്ടിൽ വരുന്ന കളറുകൾ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതേമാതിരി ഗ്ലാസിന്റെ ഗിഫ്റ്റ് ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ. ഇത് പല മോഡലുകളിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ മോഡലുകൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അതിനൊരു മനസ്സുണ്ടായാൽ മതി. കാരണം നമ്മൾ ഇതിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെയോ? ബേസിക് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ള ആളുകൾക്ക്, സ്റ്റേയിങ് ക്ലാസ്സിനോട് താല്പര്യമുള്ള ആളുകൾക്ക്, അവർക്കെല്ലാം ഒരു ബേസിക് കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ്? ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈൻ കോഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അത് നമുക്കിപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. എന്താ പേര് വരുന്ന യൂട്യൂബ് ചാനൽ? ക്രിസിൽ ഗ്ലാസ് ആർട്ട്. ക്രിസിൽ ഗ്ലാസ് ആർട്ട്. അതെ അതെ. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൽ എന്നാണ് തുടങ്ങുന്നത്, അതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ബേസിക് മാത്രമേ ഉള്ളൂ? ബേസിക് അല്ല, ബേസിക് കഴിഞ്ഞാൽ പിന്നെ അതിൽ അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ട് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടില്ലേ പള്ളികളിലൊക്കെ ഇതമാരത്തെ വർക്കുകൾ, ഇതുപോലത്തെ വർക്കുകൾ, അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വേറെ കോഴ്സുകളും അതുകൂടി നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും? പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ കൊടുക്കാം. അതെല്ലേ. പിന്നെ അതില് വേറൊരു കാര്യം കൂടി ഉണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ഈ സ്റ്റെയിൻ ഗ്ലാസിന്റെ ഈ ഇത്തരം ആർട്ട് വർക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെയിൻ ഗ്ലാസിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗൂഗിളിൽ നോക്കി അറിയാം, ഇന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ $4.3 ബില്യൺ ബിസിനസ് സാധ്യതകളാണ് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 2033 എക്സ്പെക്ട് ചെയ്യണത് 6 ആണ്. എക്സ്പെക്ട് ചെയ്യണതാണ്, ചെറുതല്ല. അപ്പൊ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും നമ്മളിപ്പോ ഇത് ചെറിയ റേറ്റ് ആണെന്നുള്ളത്. പക്ഷെ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ, ഇത് പഠിച്ചിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ച വലിയൊരു സാധ്യതയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്വന്തമായിട്ടുള്ളൊരു തൊഴിൽ നിന്നുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതും മാത്രമല്ല, നമുക്കിപ്പോ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് യൂണിക് ആയിരിക്കും. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് മേടിക്കാനും കിട്ടില്ല. നമുക്ക് നമ്മളൊരു കടയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു സാധനം മേടിച്ചൊരു സാധനം കൊടുക്കുന്നതും നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം കൊടുക്കുന്നതും വ്യത്യാസമാണല്ലോ. തീർച്ചയായിട്ടും. നമുക്കൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നമുക്കതൊന്ന് കാണാനായിട്ട് സാധിക്കും? കാണാലോ, നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെയാണ്. അത് നമുക്ക് പോയി കാണാം. ഓക്കെ ഏട്ടാ.
നമുക്ക് ഈ വർക്ക് ഗ്ലാസിന്റെ വർക്കുകൾ മുഴുവൻ ചെയ്തത് കസ്റ്റൻസിന് സുനിലേട്ടനാണ്. എന്റെ വർക്കാണ്. ടൈമിലി വർക്കുകൾ ഭംഗിയായിട്ട് ചെയ്തു തന്നു. വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക്. വളരെ നല്ല അതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറാണ് മറ്റുള്ളവർക്ക് വേണ്ടി വർക്കിന് വേണ്ടി ഫർദർ വർക്കുകൾ. ഇതും നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലാമ്പ് ഷെയ്ഡുകളാണ്. ഇതേപോലെ നമുക്ക് പല ഡിസൈനുകളിലും ചെയ്യാൻ പറ്റും. ഇതും നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം ആണ്. കോഴ്സിൽ ഇതും ഉണ്ടാവും. ഇത് എങ്ങനെ ചെയ്യണം, അതിന്റെ എല്ലാ A to Z എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ കസ്റ്റമർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ലേ? ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും പറ്റും. അതിപ്പോ ഒരുപാട് പീസുകൾ ഓർഡർ ചെയ്യണോ അതോ സിംഗിൾ പീസ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? രണ്ട് ടൈപ്പിലും ചെയ്യാം. സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് അല്ല, ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ആവശ്യം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ അപ്പോ അവർക്ക് ചിലപ്പോ ചിലവർക്ക് അവരുടേതായ കുറെ ഡിസൈനുകൾ ഉണ്ടാവും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. രീതിയിലുള്ള 2-3 പീസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്തു കൊടുക്കും അല്ലേ? ഓക്കെ. ഇതൊക്കെ ഒരു ബെൻഡാണ്. അപ്പൊ നമ്മുടെ ഒരു വിൻഡോന്റെ കോർണർ സൈഡ് വരുന്നത് അത് ഇപ്പൊ ഓൾറെഡി പോളിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിൻഡോന്റെ കോർണർ സൈഡ് ആണല്ലേ ഇത്? അപ്പൊ നമുക്ക് ഇതുപോലുള്ള സ്പൈറൽ ആയിട്ടുള്ള കോണികള്, വിൻഡോന്റെ കോർണർ സൈഡ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഗ്ലാസ്സിൽ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത്, അയാൾക്ക് എങ്ങനെയാണോ ഗ്ലാസ്സിൽ കസ്റ്റമൈസ് ചെയ്ത് വരേണ്ടത് ആ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയാണ് നമുക്ക് ഗ്ലാസ്സിൽ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു മാക്സിമം നമുക്ക് ചെയ്യാം. നിലവിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അത് എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും അത് ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായി. ഗ്ലാസ്സിൽ നമ്മുടെ ഈ കാണുന്ന കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പറ്റാവുന്ന കാര്യമാണെങ്കിൽ നമ്മളത് പറ്റുമെന്ന് പറയും. ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസിലിൻ്റെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.